ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് പച്ച നേന്ത്രക്കായ ചേർത്തിട്ട് ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തിരിക്കുകയാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ചെമ്മീനിൽ പച്ചക്കായ ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ ആ പച്ചക്കായ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചെമ്മീൻ ആദ്യം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ തലയും തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഞരമ്പ് ഒന്ന് മാറ്റി കളയണം. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ക്ലീൻ ആക്കി എടുക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ ഞരമ്പ് എന്തായാലും മാറ്റി കളയണം. അല്ലെങ്കിൽ ചെമ്മീൻ്റെ ഞരമ്പാണ് നമുക്ക് പലപ്പോഴും ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കളഞ്ഞിട്ട് വേണം ചെമ്മീൻ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും മിക്സാക്കി കൊടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെമ്മീൻ നമുക്ക് ചുരുങ്ങിയത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഇത് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സബോള, കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക്, പിന്നെ പച്ചനേന്ത്രക്കായ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചനേന്ത്രക്കായും ചെമ്മീനുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നേന്ത്രക്കായ ഇവിടെ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിപ്പമനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ചെറിയ നേന്ത്രക്കായൊക്കെ ആണെങ്കിൽ 3 എടുക്കുക. അപ്പോൾ അത് ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ നേന്ത്രക്കായ തൊലി കളയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കൈമേൽ ഇതിൻ്റെ ഒരു കറ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൈമ തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഈ നേന്ത്രക്കായ ഒന്ന് നെടുകെ കീറിയിട്ട് വേണം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് 2 നേന്ത്രക്കായും മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന സബോള തൊലി കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. പിന്നെ കറിവേപ്പില കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതേപോലെ പച്ചമുളക് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. പിന്നെ പച്ചമുളക് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നവർ 2 ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ള ഇത് ചെമ്മീൻ 1 കിലോ ഉണ്ടെങ്കിലും നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെമ്മീൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കാരണം ഇത് ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ള ചെമ്മീൻ മുങ്ങിക്കിടക്കാനുള്ള ഓയിലൊന്നുമില്ല, വളരെ കുറച്ച് ഓയിലുള്ളൂ. അപ്പോൾ ഈ ചെമ്മീൻ നന്നായിട്ട് ഈ ഓയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് മാത്രം മൂടി വയ്ക്കുക. അതായത് ഈ ചെമ്മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചൂട് തട്ടുന്ന സമയം വരെ മാത്രം ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഈ സമയത്ത് ഇതിലേക്ക് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട, ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീനിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് വേറെ ഇനി ഉപ്പും മുളകൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന കായും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കണം. ചെമ്മീനും നേന്ത്രക്കായും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ചെമ്മീനും നേന്ത്രക്കായും മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമൊന്നും ഇല്ല. ഇതിൻ്റെ ഏകദേശം 1/2 ഭാഗം മാത്രം വെള്ളമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, പാനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ 1/2 ഭാഗം വെള്ളം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെമ്മീൻ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഊറി വരും. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. കാരണം ഇതിൽ നിന്ന് വെള്ളം ഒന്ന് ഊറി വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. അങ്ങനെ ഒരു 7 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടും.
അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അധികമുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഇത് അധികമുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ 1 മിനിറ്റിനുള്ളിൽ ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ചെമ്മീനാണ് കുറേ സമയം ഇട്ടിട്ട് വേവിച്ചാൽ ഇത് റബ്ബർ പോലെയാവും. അപ്പോൾ കുറച്ച് ടൈമിൽ നമ്മളിത് വേവിച്ചെടുക്കുക. 10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ്.